പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലർ നിങ്ങൾക്ക് വിരോധമായി കോപപരവശരായി പാഞ്ഞെടുത്താലും, നിങ്ങൾക്ക് വിരോധമായി പല്ല് കടിച്ചാലും പ്രതികരിക്കരുത്. നിങ്ങളുടെ നിഷ്കളങ്കത്തെ ചോദ്യം ചെയ്യുന്ന ഭോഷ്ക് പറഞ്ഞുണ്ടാക്കിയാലും ഭാരപ്പെടരുത്. നല്ലൊരു മാതൃക ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 54-ാം വചനം. ദൈവവചനം പ്രസംഗിച്ചത് മൂലം ഒരു കൂട്ടം സ്തെഫാനോസിന് നേരെ പാഞ്ഞെടുത്തു, പല്ല് കടിച്ചു, കോപപരവശരായി. ഇവിടെ സ്തെഫാനോസ് ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ മാനുഷിക ബലത്തിലോ തൻ്റെ ചുറ്റും നിന്ന മനുഷ്യരിലോ പ്രഭുക്കന്മാരിലോ ഒന്നും ആശ്രയം വെക്കാതെ താൻ സ്വർഗത്തിലേക്ക് ഉറ്റു നോക്കി. താൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അവിടെ താൻ ദർശിച്ചത് ദൈവത്തെയും ദൈവത്തിന്റെ വലതുഭാഗത്തെ മഹത്വപൂർണനായ ക്രിസ്തുവിനെയും. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധി ഏറുമ്പോൾ ഒരിക്കലും നനയ്ക്കാത്ത കാര്യം ചെയ്തു പറഞ്ഞു എന്നൊക്കെ അപവാദം പറഞ്ഞുണ്ടാക്കുമ്പോഴും മാനുഷികമായി നിങ്ങളുടെ നിഷ്കളങ്കത്വം തെളിയിക്കുവാൻ ശ്രമിക്കരുത്. ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കരുത്. ഒരു നോട്ടം കൊണ്ട് പോലും പ്രതികരിക്കുവാൻ പോകരുത്. പലപ്പോഴും നാവ് ഉയരുമല്ലേ, ഒന്ന് പറഞ്ഞാലോ ഒന്ന് തെളിയിക്കുവാൻ ശ്രമിച്ചാലോ, നോ നോ നോ. ഈ ദിവസങ്ങളിൽ മഹത്വപൂർണനായ ക്രിസ്തുവിനെ ദർശിക്കണോ? നിങ്ങൾ ഈ പ്രതിസന്ധിയിൽ വിരോധമായി ഉയരുന്ന ഈ അപവാദത്തിൽ പരിശുദ്ധാത്മ പൂർണരാക. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നത് കൈകൊട്ടി പാടി ആരാധിക്കേണ്ടതിന് മാത്രമല്ല, നിൽക്കുവാൻ കഴിയാത്ത പ്രതികൂലം ചുറ്റും ഉയരുമ്പോൾ പരിശുദ്ധാത്മ പൂർണനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുവാനുള്ള കൃപയ്ക്കായിട്ടാ. അതെ, ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികൂലത്തിൽ, മുറിപ്പെടുത്തുന്ന വാക്കുകളിൽ, വേദനിപ്പിക്കുന്ന ആലോചനകളിൽ ഭാരപ്പെടരുത്, നീറരുത്, പ്രതികരിക്കരുത്. പരിശുദ്ധാത്മാവ് വീണ്ടും ആ ഹൃദയത്തോട് സംസാരിക്കുന്നു. പകരം സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കാം. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾ ദർശിക്കും. ദൈവം നിങ്ങൾക്കായി എഴുന്നേൽക്കും. ശത്രുക്കൾ ചിതറും. നിങ്ങൾ ലജ്ജിക്കുവാൻ സ്വർഗം ഇടവരുത്തത്തില്ല. നിങ്ങളുടെ നിഷ്കളങ്കത്വം സ്വർഗം അറിയുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ മെസ്സേജ്. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഹൃദയഭാരങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. ദൈവിക സമാധാനത്താൽ അവർ നിറയപ്പെടട്ടെ. വിരോധമായി ഉയർന്ന ശബ്ദങ്ങൾ സ്വർഗം അടക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയം സമാധാനത്താൽ നിറഞ്ഞു കവിയട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് അറിയിച്ച ആലോചന പ്രകാരം തീരുമാനിക്കുന്നു. ഞങ്ങൾ പ്രതികരിക്കത്തില്ല. ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഞങ്ങൾ പ്രതികരിക്കില്ല. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കായി ക്രിയ ചെയ്യും. എൻ്റെ പ്രിയരെ എല്ലാം ഒരിക്കൽ കൂടി ബ്ലസ് ചെയ്യും. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്ന നാഥ, മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലസ് യു.